മിഡിൽ ഈസ്റ്റിൽ ഭൗമരാഷ്ട്രീയ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും പരസ്പരം കടുത്ത വ്യോമാക്രമണങ്ങൾ നടത്തുകയാണ്. ജോർദാനിൽ ഇറാനിയൻ അനുകൂല സേനയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക തിരിച്ചടി ആരംഭിച്ചത്. മിഡിൽ ഈസ്റ്റിൽ ഭൗമരാഷ്ട്രീയ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും പരസ്പരം കടുത്ത വ്യോമാക്രമണങ്ങൾ നടത്തുകയാണ്. ജോർദാനിൽ ഇറാനിയൻ അനുകൂല സേനയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക തിരിച്ചടി ആരംഭിക്കുന്നത്. ഇതിന് മറുപടിയായി ഇറാന്റെ തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഹോർമുസ് കടലിടുക്കിലെ ഗേഷും ദ്വീപിലാണ് അമേരിക്ക ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചത്. ഇതിന് പ്രതികാരമായി കുവൈത്തിലെ 2 അമേരിക്കൻ സൈനിക താവളങ്ങളായ ക്യാമ്പ് ഉത്തൈരി, അലി അൽ സേലം എയർബേസ് എന്നിവയ്ക്ക് നേരെ ഇറാൻ കാമിക്കേസി ഡ്രോണുകൾ ഉപയോഗിച്ച് വൻതോതിൽ ആക്രമണവും നടത്തി. ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളും സിവിലിയൻ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തതായി പരസ്പരം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇതോടെ സംഘർഷത്തിൽ മരിച്ച അമേരിക്കൻ സൈനികരുടെ എണ്ണം 17 കടന്നു. ജൂണിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ 1 മാസത്തിനുള്ളിൽ തകർന്നതാണ് ഇപ്പോഴത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിന് കാരണം. ജൂലൈ 8-ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതോടെ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തു. അമേരിക്ക കരാർ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒപ്പിന് യാതൊരു വിലയുമില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുസബ ഖംനേയിയും കുറ്റപ്പെടുത്തി. ഇരുപക്ഷവും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ കനത്ത യുദ്ധഭീതിയിലാണ് നിലനിൽക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.